ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KS മെഡൽ. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രീ യൂട്യൂബ് സീരീസിലെ ഗെയിം ഓഫ് PYQs എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾക്കും മെയിൻസ് എക്സാമുകൾക്കും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ റെലവൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള PYQs ആണ് നമ്മൾ ഈ സെക്ഷനിൽ അനലൈസ് ചെയ്യുന്നത്. LSCS, SI, എക്സൈസ്, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങി KS എക്സാം വരെ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സീരീസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് തരുന്നതാണ്. സോ ഇന്നത്തെ ഗെയിം ഓഫ് PYQൽ നമ്മൾ ജോഗ്രഫിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രഫിയിലെ ഹിമാലയാസിന്റെ ഡിവിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 96/21 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹിമാലയാസിന്റെ ഡിവിഷൻസ് ആണ് ഈ സൈഡിൽ ചോദിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഹിമാലയാസ് ഉണ്ട്, കുമാവോൺ ഹിമാലയാസ് ഉണ്ട്, നേപ്പാൾ ഹിമാലയാസ് ഉണ്ട്, ആസം ഹിമാലയാസ് ഉണ്ട്. ആൻഡ് ഈ സൈഡിൽ ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് ആണ്. ഇതുമായി ലിങ്ക് ചെയ്യുന്ന റിവേഴ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സത്ലജ് ടു കാലി, ഇൻഡസ് ടു സത്ലജ്, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, കാലി ടു ടീസ്റ്റ. ഈ 4 ഓപ്ഷൻസ് ആണ് എന്ത് അപ്പുറത്തെ റിവേഴ്സിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താ, എങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻസും ഈ ഒരു റിവേഴ്സും തമ്മിലുള്ള ലിങ്കേജ്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹിമാലയാസിന്റെ ഡിവിഷൻസ് ഉള്ളത്, ഏതൊക്കെ തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഹിമാലയാസ് അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കോണ്ടിനെന്റൽ കൺവേർജൻസിന്റെ ഭാഗമായിട്ടുണ്ടായ ഫോൾഡ് മൗണ്ടെയിൻ ആണ് ഹിമാലയാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ജോഗ്രഫി അഥവാ വേൾഡ് ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുണ്ടായ ഹിമാലയാസിന് 2 തരത്തിലുള്ള ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് വെച്ച്, അതായത് ലാറ്റിറ്റ്യൂഡ് പരമായി, ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജോഗ്രഫിക്കൽ ഗ്രിഡാണ്. വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നത് ലോങ്ങിറ്റ്യൂഡും പാരലലായിട്ട് വരയ്ക്കുന്നത് ആരാ, ലാറ്റിറ്റ്യൂഡും ആണ്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻസും ഉണ്ട്, പിന്നെ ആരാണ് ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസും. ഇങ്ങനെ 2 തരത്തിലാണ് ഹിമാലയാസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോർത്ത് ടു സൗത്ത്, അതായത് ലാറ്റിറ്റ്യൂഡ് പരമായി മേലേന്ന് താഴേക്കുള്ള ഡിവിഷൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിവിഷൻ എന്ന് നമ്മൾ പറയും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷൻ. അതേപോലെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ലോങ്ങിറ്റ്യൂഡ് പരമായി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, നേരെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻ. ഇതിലെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു നമ്മളോട് ചോദിച്ചത്, ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നത്. സോ നമുക്ക് ആ ഭാഗം ഒന്ന് അനലൈസ് ചെയ്യാം. എത്തരത്തിലാണ് ഹിമാലയാസിനെ ലോങ്ങിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എന്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്, എന്തിൻ്റെ ബേസിസിലാണ് ആ ഓരോ ഗ്യാപ്പും ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് ആ ഒരു ലോങ്ങിറ്റ്യൂഡ് പരമായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിവിഷൻ വേണ്ടത്. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് മൊത്തം ഹിമാലയൻ റേഞ്ചസ് ആണ്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ പരമായിട്ടാണ് ഡിവിഷൻ. അപ്പോൾ ലോങ്ങിറ്റ്യൂഡ് എങ്ങനെയാണ്, നേരെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു തരത്തിലാണ് നമ്മുടെ ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ പെർട്ടിക്കുലർ റേഞ്ച് നമുക്കറിയാം ഹിമാലയാസിന്റെ ഭാഗത്ത് ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട് അല്ലേ. ഹിമാലയൻ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ബ്രഹ്മപുത്ര റിവർ, സാങ്പോ റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ ഇൻഡസ് ഉണ്ട്, അങ്ങനെ പല റിവേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹിമാലയാസിന്റെ 2 സ്ട്രെച്ച് പഠിക്കുന്നത് തന്നെ എങ്ങനെയാ, ഈ ബോർഡർ ഇൻഡസ് നദിയും മറ്റേ ബോർഡർ ആണെങ്കിൽ ആരാണ്, ബ്രഹ്മപുത്ര നദിയും എന്നാണ് നമ്മൾ പറയാറ് അല്ലേ, ഹിമാലയാസിന്റെ 2 അറ്റം. അപ്പം ഹിമാലയാസിന്റെ ഈ ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസിൽ പല മേജർ റിവേഴ്സുമാണ് ഇതിൻ്റെ ഒരു കട്ട് പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് ഓരോ തരത്തിൽ നമ്മൾ ഹിമാലയാസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈ നദി തൊട്ട് ഈ നദി വരെ ഇങ്ങനെയുള്ള ഹിമാലയാസ് ആണ്. അങ്ങനെയുള്ളൊരു തരത്തിലെ ഡിവിഷൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ ഡിവിഷൻസ് ഏതാണ്, പഞ്ചാബ് ഹിമാലയാസ് എന്നാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ബോർഡറിൽ ആരാ ഒഴുകുന്നത്, നമ്മുടെ ഇൻഡസ് നദിയാണ് ഒഴുകുന്നത്. രണ്ടാമത് ബോർഡർ ചെയ്തിരിക്കുന്ന ആരാണ്, ഇവിടുന്ന് ഒഴുകുന്ന നമ്മുടെ സത്ലജ് നദിയാണ്. സോ ഇൻഡസ് തൊട്ട് സത്ലജ് വരെയുള്ള ആ ഭാഗത്തെ ഹിമാലയാസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും, പഞ്ചാബ് ഹിമാലയാസ് എന്ന് വിളിക്കും. ഇൻഡസ് തൊട്ട് സത്ലജ് വരെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പഞ്ചാബ് ഹിമാലയാസ് എന്ന് വിളിക്കും. ഇനി സത്ലജ് നദി തൊട്ട് അടുത്ത ഒരു മേജർ നദി ആരാണ്, കാലി റിവർ ആണ്. ഏതാണ്, കാലി റിവർ. അപ്പോൾ സത്ലജ് തൊട്ട് കാലി റിവറിന്റെ ഇടയ്ക്കുള്ള ഹിമാലയാസിനെ നമ്മൾ എന്ത് വിളിക്കും,
കുമാവോൺ ഹിമാലയാസ്. ഇത് പലതരത്തിൽ സ്പെല്ലിംഗ് എഴുതാറുണ്ട്. KUMAON എന്ന് എഴുതാറുണ്ട്. ഇത്തരത്തിലും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. രണ്ടായാലും തെറ്റില്ല. അപ്പൊ സത്ലജ് തൊട്ട് കാലി വരെയാണെങ്കിൽ എന്താണ്? കുമാവോൺ ഹിമാലയാസ് ആണ്. അതാണ് രണ്ടാമത്തെ ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻ. ഇനി മൂന്നാമത്തെ ആണെങ്കിലോ, നമ്മളിപ്പോൾ കാലി റിവറിലാണ് എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത ആളാരാണ്? ടീസ്റ്റാ റിവർ. നമ്മൾ ഈ സിക്കിമിന്റെ ഭാഗത്തൊക്കെ കണ്ട ഈ ടീസ്റ്റാ റിവർ. സോ കാലി തൊട്ട് ടീസ്റ്റാ റിവർ വരെയുള്ള ആ ഒരു ഗ്യാപ്പിലെ ഹിമാലയാസിനെ നമ്മൾ എന്ത് വിളിക്കും? നേപ്പാൾ ഹിമാലയാസ്. ഇപ്പൊ നമ്മൾ പഞ്ചാബ് ഹിമാലയാസ് പറഞ്ഞു, കുമാവോൺ ഹിമാലയാസ് പറഞ്ഞു, നേപ്പാൾ ഹിമാലയാസ് പറഞ്ഞു. ഇനി നാലാമതൊരു ഹിമാലയ കൂടിയുണ്ട്. അത് ആരാണ്? ആസാം ഹിമാലയാസ്. അത് എവിടെ തൊട്ട് എവിടെ വരെയായിരിക്കും? ഏത് റിവേഴ്സിന്റെ ഇടയ്ക്കായിരിക്കും? ഇവിടെ ടീസ്റ്റാ റിവർ ഉണ്ട്. ഈ സൈഡിൽ ആരാണ്? ഡിഹാങ് റിവർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര എന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ മിക്കപ്പോഴും വരിക. ഡിഹാങ് എന്താ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് എന്താണ് ബ്രഹ്മപുത്ര എൻട്രി ചെയ്യുന്ന ഒരു സമയത്തുള്ള പേരാണ്. ലേറ്റർ ഓൺ അത് ബ്രഹ്മപുത്രയായിട്ട് മാറും. സോ നിങ്ങൾക്ക് എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ ടീസ്റ്റാ റിവർ തൊട്ട് ബ്രഹ്മപുത്ര റിവർ എന്നുള്ള നിലയ്ക്ക് തന്നെ പഠിച്ചാൽ മതി. സോ ഹിമാലയാസിന് 4 ഡിവിഷൻസ് ആണ് ഈ റിവേഴ്സിന്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇൻഡസ് റിവർ തൊട്ട് സത്ലജ് റിവർ വരെയാണെങ്കിൽ ആരാണ്? പഞ്ചാബ് ഹിമാലയാണ്. സത്ലജ് തൊട്ട് കാലി റിവർ വരെയാണെങ്കിൽ എന്താണ്? കുമാവോൺ ഹിമാലയാസ് ആണ്. കാലി തൊട്ട് ടീസ്റ്റ വരെയാണെങ്കിൽ ആരാണ്? നേപ്പാൾ ഹിമാലയാസ്. ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര വരെയാണെങ്കിൽ എന്താണ്? ആസാം ഹിമാലയാസ്. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ നദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ലൊക്കേഷൻ മനസ്സിലൊന്ന് ആലോചിക്കുക. ഹിമാലയാസിന്റെ 2 സൈഡിലും വരുന്ന റിവർ ഏതാ? ഇൻഡസും ബ്രഹ്മപുത്രയും. അതിന്റെ ഇടയ്ക്കാണ് സത്ലജും കാലിയും ടീസ്റ്റ എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഇനി ഈ ഓരോ ഹിമാലയാസിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അതും കൂടെ നമുക്ക് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏത് ഹിമാലയാസിനെ നോക്കുന്നത്? പഞ്ചാബ് ഹിമാലയാസിനെ. ഇതിനെ നമ്മൾ കാശ്മീർ ഹിമാലയാസിനും പഞ്ചാബ് ഹിമാലയാസിനും ഹിമാചൽ ഹിമാലയാസിനും ഒക്കെ പറയാറുണ്ട്. മൂന്നാണെങ്കിലും ഒരേ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ്. പല പല പേരിലാണ് അറിയുന്നത് മാത്രം. പഞ്ചാബ് ഹിമാലയാസ്, കാശ്മീർ ഹിമാലയാസ് or ഹിമാചൽ ഹിമാലയാസ്. സോ ഇതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെയിൻലി നമുക്കറിയാം എന്താണ്? ഇൻഡസിന്റെയും സത്ലജിന്റെയും ഇടയ്ക്കാണ്. ഇൻഡസിന്റെയും സത്ലജിന്റെയും ഗോജസിന്റെ ഇടയ്ക്കാണ് എന്ത് ആര് കിടക്കുന്നത്? നമ്മുടെ പഞ്ചാബ് ഹിമാലയാസ് കിടക്കുന്നത്. ഏകദേശം 560 കിലോമീറ്റർ ലെങ്ത്തും 320 കിലോമീറ്റർ എന്താ ബ്രെഡ്ത്തും ഉണ്ട്. ഇത്രയും നീളത്തിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ പഞ്ചാബ് ഹിമാലയാസ് കിടക്കുന്നത്. ആൻഡ് ഇതിന്റെ നോർത്തേൺ ബൗണ്ടറി ഈ പഞ്ചാബ് ഹിമാലയാസ്, ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താ? നമ്മുടെ പഞ്ചാബ് ഹിമാലയാസ് നമ്മൾ വരച്ചല്ലോ. അപ്പൊ അതിന്റെ നോർത്തേൺ ബൗണ്ടറി ഏതാണ്? സസ്കർ റേഞ്ചും സദേൺ ബൗണ്ടറി ആരാണ്? ശിവാലിക്സുമാണ്. നമുക്ക് ഒബ്വിയസ്ലി അറിയാം ഹിമാലയാസ് ഇങ്ങനെ വേർട്ടിക്കലി വരുമ്പോൾ എന്താ? ഏറ്റവും താഴെ ശിവാലിക് റേഞ്ച് ആണ്. സോ ഒബ്വിയസ്ലി എന്താണ്? നമ്മുടെ പഞ്ചാബ് ഹിമാലയാസിന്റെ മേൽവശം സസ്കർ റേഞ്ച് നമ്മൾ ട്രാൻസ് ഹിമാലയാസിന്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. സസ്കർ റേഞ്ചും താഴെയാണെങ്കിൽ സദേൺ ബൗണ്ടറി ആരാണ്? ശിവാലിക്സുമാണ്. മൂന്നാമത്തത് നിറയെ ഓക്സ്ബോ ലേക്സ് ഉണ്ട്. ഓക്സ്ബോ ലേക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ റിവറിന്റെ മിയാൻഡറിങ്, ഓക്കെ, ഡിപ്പോസിഷണൽ ഇറോഷണൽ ലാൻഡ് ഫോംസിന്റെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്? ഓക്സ്ബോ ലേക്സിന്റെ ഫോർമേഷൻ ഒക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ഓഫ് ഓക്സ്ബോ ലേക്സ് ഈ ഭാഗത്തുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഊളാർ ലേക്ക്, ഡാൽ ലേക്ക് ഒക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇവിടെ ഈ ഭാഗത്തിനെ നമ്മൾ വെയിൽ ഓഫ് കാശ്മീർ എന്നും, പിന്നെ ഇവിടെ ലാക്കസ്ട്രീൻ ഡിപ്പോസിഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കരേവ ഡിപ്പോസിറ്റ്സ്, ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സ് എന്നൊക്കെ പറയുന്ന ഫേമസ് കരേവ ഡിപ്പോസിറ്റ്സ് ഉണ്ട്. ഈ കരേവ ഡിപ്പോസിറ്റ്സ് എന്തിനു നല്ലതാണ്? സാഫ്രോൺ കൾട്ടിവേഷന് നല്ലതാണ്. കുങ്കുമപ്പൂവിന്റെ കൾട്ടിവേഷൻ നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് കുങ്കുമപ്പൂവിന്റെ കൾട്ടിവേഷൻ ഉള്ളത്? കാശ്മീർ ഭാഗത്താണ്. ആൻഡ് സഫ്രാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സഫ്രാൻ, ഓക്കെ, സാഫ്രന്റെ ഒരു വെറൈറ്റി ആണ്. സഫ്രാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഹിമാലയാസിലെ കരേവ ഡിപ്പോസിറ്റ്സ്. പേര് നോട്ട് ചെയ്ത് വെച്ചോളാം, കരേവ ഡിപ്പോസിറ്റ്സ്. ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, കരേവ ഡിപ്പോസിറ്റ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രധാനമായിട്ടും നമുക്ക് പഞ്ചാബ് ഹിമാലയാസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഹിമാലയാസിനെ പറ്റി നോക്കാം. കുമാവോൺ ഹിമാലയാസ്. നമ്മൾ പറഞ്ഞു സത്ലജ് റിവർ തൊട്ട് എവിടെ വരെയാണ്? കാലി റിവർ വരെ. അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കുമാവോൺ ഹിമാലയാസ് എന്ന് വിളിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ട്രെച്ച് എത്രയാണ്? ഏകദേശം 320 കിലോമീറ്റർ ആണ് സ്ട്രെച്ച് കിടക്കുന്നത്. നമ്മൾ പല മൗണ്ടെയിൻ റേഞ്ചസും വേർട്ടിക്കൽ ഡിവിഷൻസിന്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ മിഡിൽ ഹിമാലയാസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താ? നമ്മൾ റേഞ്ചസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നാഗ്ടിബ, ദ്വലാദർ, മുസോറി,
ആൻഡ് സെക്ഷൻസ് ഓഫ് എന്താ ഗ്രേറ്റ് ഹിമാലയാസ് ഒക്കെ ഏതാണ് ഈ നമ്മുടെ കുമാവോൺ ഹിമാലയാസിൻ്റെ ഭാഗമാണ്. നാക്ടിബ, ധോലാധർ, മുസോറി ആൻഡ് ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ കുറച്ച് ഭാഗങ്ങളും ആരുടെ പാർട്ടാണ്? നമ്മുടെ കുമാവോൺ ഹിമാലയാസിൻ്റെ പാർട്ടാണ്. മറ്റേ നമ്മൾ വെർട്ടിക്കൽ ഡിവിഷൻ പഠിക്കുമ്പോഴാണ് പറയുന്നത്. ഇനി വെർട്ടിക്കൽ ഡിവിഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാസ് കേൾക്കാൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വെർട്ടിക്കൽ ഡിവിഷനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നിറച്ച് നമുക്ക് ഒബ്വിയസ്ലി അറിയാം എന്താണ് പീക്സ്. ഈ ഭാഗത്ത് നമ്മൾ ഈ ഗ്രേറ്റ് ഹിമാലയാസ് ഒക്കെ പറയുമ്പോൾ തന്നെ എന്താ കുറേയധികം പീക്സും കൂടെ നമ്മൾ കൂടെ പ്രതീക്ഷിക്കുമല്ലോ. സോ നന്ദാദേവി, കാമെത്, ബദ്രിനാഥ്, കേദാർനാഥ് ഒക്കെ എന്താണ് മേജർ പീക്സ് ആണ്. എവിടെയുള്ളത്? കുമാവോൺ ഹിമാലയാസിലുള്ള മേജർ പീക്സ് ആണ്. ഇനി കുറേ അധികം എന്താണ് ഗ്ലേഷ്യേഴ്സും ഒക്കെ എന്താണ് ഈ ഭാഗത്ത് ഒബ്വിയസ്ലി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഗംഗോത്രി ഗ്ലേഷ്യർ, യമുനോത്രി ഗ്ലേഷ്യർ, പിണ്ടാരി ഗ്ലേഷ്യർ. നമ്മൾ ഗംഗയുടെ ഒറിജിൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ ബദ്രിനാഥ്, കേദാർനാഥ്, അതേപോലെ എന്താ പല ഗ്ലേഷ്യേഴ്സും പറയും. പിണ്ടാരി ഗ്ലേഷ്യേഴ്സ്, പിണ്ടാരി ഗംഗ ഒഴുകി വരുന്നത്, അളകനന്ദ ഒഴുകി വരുന്നത്, അത്തരത്തിൽ എന്താ ഓരോ ഗ്ലേഷ്യേഴ്സിൻ്റെ കാര്യം നമ്മൾ പഠിക്കും. ഗംഗാസ് റിവർ സിസ്റ്റമായിട്ട് നമ്മൾ ഉടനെ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ അതിനും നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് us know. ഡെഫിനറ്റ്ലി വി വിൽ കം അപ്പ് വിത്ത് എ ന്യൂ സെഷൻ. ഓക്കെ, സോ ഇതെന്താണ് നമ്മൾ സെവറൽ ഗ്ലേഷ്യേഴ്സിൻ്റെ പേരും കൂടെ പറഞ്ഞു. ആൻഡ് ഏകദേശം ഇവിടെ എന്താ മിക്ക സമയത്ത് തണുപ്പ് കാലത്ത് എങ്ങനെയാണ് നല്ല സ്നോഫോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം എന്താ കോണിഫെറസ് ഫോറസ്റ്റ്, നമ്മൾ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, അതൊരു 3200 മീറ്ററിന് മേലേക്കൊക്കെ വരുമ്പോൾ എന്താ കോണിഫെറസ് ഫോറസ്റ്റ് ആണ് കാണുന്നത്. അതേപോലെ ദിയോദർ വുഡിനെ കുറിച്ച് മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അത് ഏകദേശം ഏത് റേഞ്ചിലാണ്? 1600 തൊട്ട് 3200 മീറ്റർ വരെയുള്ള റേഞ്ചിലാണെങ്കിൽ ഏത് മരം കാണും? ദിയോദർ മരങ്ങളും ഇഷ്ടംപോലെ കാണാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് കുമാവോൺ ഹിമാലയാസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ആളാരാണ്? നമ്മളിപ്പോൾ 2 റേഞ്ച് പഠിച്ചല്ലോ, ഇൻഡസ് ടു സറ്റ്ലജ്, സറ്റ്ലജ് ടു കാലി. മൂന്നാമത്തെ ആളാരാണ്? കാലി ടു ടീസ്റ്റ. അത് ആരാണ്? നമ്മുടെ നേപ്പാൾ ഹിമാലയാസ്. ഇദ്ദേഹത്തിനെ സെൻട്രൽ ഹിമാലയാസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ പറഞ്ഞു കാലി ടീസ്റ്റ റിവേഴ്സിൻ്റെ ഇടയ്ക്കാണ്. ഏകദേശം 800 കിലോമീറ്റർ ലെങ്ത്തിലാണ് ഈ ഒരു സ്ട്രെച്ച് കിടക്കുന്നത്. ഇഷ്ടം പോലെ ഫേമസ് ആയിട്ടുള്ള പീക്സ് ലൈക്ക് മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ സാഗർമാത, നമ്മുടെ നേപ്പാളിൽ പറയുന്ന പേര്. ഓക്കെ, കാഞ്ചൻജംഗ, മക്കാളു, അന്നപൂർണ, ഗോസായിന്തൻ ആൻഡ് ധോലാഗിരി. ഇതൊക്കെ എന്താണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പീക്സ് ആണ്. അങ്ങനെയുള്ള മിക്ക പീക്സും എവിടെയാണ്? നമ്മുടെ ഈ നേപ്പാൾ ഹിമാലയ ഭാഗത്താണ് കിടക്കുന്നത്. അതേപോലെ നേരത്തെ നമ്മൾ എന്താ നാക്തിബ, ധോലാധർ അങ്ങനെയുള്ള റേഞ്ച് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ മിഡിൽ ഹിമാലയാസ് വെർട്ടിക്കൽ ഡിവിഷനിൽ പഠിക്കുമ്പോൾ മഹാഭാരത റേഞ്ചിനെ കുറിച്ചും പഠിക്കാറുണ്ട്. സോ ആ പറഞ്ഞ മഹാഭാരത റേഞ്ച് എവിടെയാണ് കിടക്കുന്നത്? ഈ ഒരു നേപ്പാൾ ഹിമാലയാസ് ഭാഗത്താണ് കിടക്കുന്നത്. സോ ഇൻ ദിസ് റീജിയൻ എന്താ ഇവിടുത്തെ ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് എന്തായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്? മഹാഭാരത റേഞ്ച് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. അത് വെർട്ടിക്കൽ ഡിവിഷനിൽ നിങ്ങൾക്ക് ഓർഡർ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കിട്ടും. സോ നേപ്പാൾ ഹിമാലയാസിൻ്റെ ഭാഗം വരുമ്പോൾ എന്താണ് നമ്മുടെ മഹാഭാരത റേഞ്ചസിൻ്റെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സോ റിവേഴ്സ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. ഇതേപോലെ പീക്സ് ഏതാണെന്ന് നോക്കി വെക്കുക. പിന്നെ ഏതാണ് റേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി നാലാമത്തെ ആളാരാണ്? നമ്മുടെ ആസാം ഹിമാലയാസ്. ടീസ്റ്റ റിവർ തൊട്ട് നമ്മൾ ബ്രഹ്മപുത്ര റിവർ വരെ പറഞ്ഞ നമ്മുടെ ആസാം ഹിമാലയാസ് കണ്ടല്ലോ. ടീസ്റ്റ റിവർ തൊട്ട് ബ്രഹ്മപുത്ര റിവർ വരെയുള്ള നമ്മുടെ ആസാം ഹിമാലയാസ് ആണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ ഭാഗത്താണ് എന്ത് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസ് കാണപ്പെടുന്ന ഒരു റേഞ്ച്. ഓക്കെ, ഈ ഭാഗത്ത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ പല സ്ഥലത്തും ഗ്രേറ്റർ ഹിമാലയാസും ശിവാലിക്സും തമ്മിൽ എന്താ വേർതിരിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ അവിടെ എത്തണമെന്ന് തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ശിവാലിക് റേഞ്ച് സത്യം പറഞ്ഞാൽ എന്താണ് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഡിമിനിഷായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഏകദേശം എന്താ ഡുവാർ ഫോർമേഷനിലൊക്കെ മാറുന്ന ഒരു നേച്ചറാണ് പൊതുവെ നമ്മൾ കാണുക. സോ അതും എന്താണ് ഈ ഒരു ഭാഗത്തെ ഒരു വലിയ പ്രത്യേകതയാണത്. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ വാലീസ് എന്താണ് റെസ്ട്രിക്റ്റീവ് ആണ്. ആൻഡ് മഴ നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നല്ല ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം മഴയുടെ ഒരു ഇൻറ്റൻസിറ്റിയും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവിടെ? നമ്മുടെ ഈ ഈസ്റ്റേൺ ഹിമാലയസ് അല്ലെങ്കിൽ ഈ ആസാം ഹിമാലയാസ് ഭാഗത്ത് നമുക്ക് അത്തരത്തിലൊരു കാര്യവും കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഫ്ലൂവിയൽ ഇറോഷൻ, വെള്ളം ഒഴുകിക്കൊണ്ടുണ്ടാവുന്ന ഇറോഷൻ ഏത് ഭാഗത്ത് കൂടുതലായിരിക്കും? ഇത്തരത്തിൽ ഈ ആസാം ഹിമാലയാസ് ഭാഗത്ത് കൂടുതലായിരിക്കും. ഒബിയസ്ലി മഴ പെയ്യുമല്ലോ, നമ്മൾ പറഞ്ഞു നല്ല മഴ പെയ്യുന്ന ഭാഗമാണ്. നമുക്കത് ലോജിക്കലി തിങ്ക്
തിങ്ക് ചെയ്താലും അറിയാൻ പറ്റും അല്ലേ. നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് എന്താ നല്ല വനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നല്ല ഹെവി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്. നല്ല മഴ കിട്ടുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ മഴ കിട്ടുമ്പോൾ നാച്ചുറലി എന്ത് പറ്റും, ഒഴുക്ക് കൊണ്ടുള്ള ഇറോഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ആസാം ഹിമാലയ ഭാഗത്ത് എന്താണ് ഫ്ലൂവിയൽ ഇറോഷൻസിനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആസാം ഹിമാലയാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. സോ നിങ്ങൾ പറയുക ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. പ്രധാനമായിട്ടും നമ്മൾ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലേ. സോ നിങ്ങൾ പറയാം നമ്മൾ ഹിമാലയാസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻ 4 തരത്തിലാണ്. പഞ്ചാബ് ഹിമാലയ, കുമാവൺ ഹിമാലയ, നേപ്പാൾ ഹിമാലയ, ആസാം ഹിമാലയ. ഏതൊക്കെ റിവേഴ്സ് ആണ്? ഇൻഡസ് ടു സത്ലജ്, സത്ലജ് ടു കാലി, കാലി ടു ടീസ്റ്റ, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. കരേവ ഡിപ്പോസിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, ഗ്ലേഷ്യേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, പല റേഞ്ചസിൻ്റെ കാര്യം പറഞ്ഞു. നാക്ടിബ റേഞ്ചസ്, മഹാഭാരത റേഞ്ചസ്, പിന്നെ മഴ പെയ്യുന്ന കാര്യം, ഫ്ലൂവിയൽ ഇറോഷൻ, ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ലോങ്ങിറ്റ്യൂഡിനൽ ഡിവിഷൻസിൽ ഹിമാലയാസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻസ് ഇൻ പർട്ടിക്കുലർ ജോഗ്രഫിയിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നമ്മളോട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ 5-ൽ ഒരാളെ തീർച്ചയായിട്ടും ഗവൺമെൻറ് സർവീസിൽ എത്തിക്കാൻ പറ്റിയത് KS മെൻഡറിൻ്റെ ചരിത്രമാണ്. സോ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ നമ്മളോടൊപ്പം വരിക, നമ്മളോടൊപ്പം വളരുക. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ സെഷനിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു.